അങ്ങനെ നമ്മുടെ ദേവുട്ടി അംഗനവാടിയിൽ എത്തിയിട്ടോ എന്താണെന്നറിയില്ല 2 ദിവസമായിട്ട് ഉടുപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് അംഗനവാടിയിൽ എത്തുന്നത്. അങ്ങനെ ദേവുട്ടീനെ അംഗനവാടിയിലാക്കിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പോവുമായിരുന്നു. ദേവുട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക് ടാറ്റ തന്നു. അങ്ങനെ അവിടെ ഫംഗ്ഷൻ എത്തിക്കഴിഞ്ഞു. ഫംഗ്ഷനൊക്കെ തുടങ്ങി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ അച്ഛൻ്റെ കിച്ചൻ്റെ സ്കൂളിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ദേവുട്ടീനെ കൂട്ടാഞ്ഞത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അച്ഛനെയും കിച്ചനെയും വിളിച്ചിട്ട് പിന്നെ നേരെ പോകുന്നത് ദേവുട്ടീനെ അംഗനവാടിയിൽ നിന്ന് വിളിക്കാനായിരുന്നു. അപ്പോൾ സമയം ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കട കണ്ടപ്പോൾ അമ്മയും ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ എന്തെങ്കിലും വാങ്ങി തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ഓക്കെ ബിരിയാണിൻ്റെ പാക്കറ്റാണ് വാങ്ങിക്കൊടുത്തു. അങ്ങനെ അധികം ഇതുപോലുള്ള ഐറ്റംസ് ഒന്നും വാങ്ങിക്കൊടുക്കാറില്ല, എപ്പോഴെങ്കിലൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. അങ്ങനെ ദേവുട്ടർ അംഗനവാടി എത്തിയിട്ടോ ഏട്ടന്മാരെ കണ്ടു കഴിഞ്ഞാൽ ദേവുട്ടിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമാവും. അങ്ങനെ ഏട്ടന്മാരെ റൂട്ടിൽ നിന്ന് ടാറ്റ കാട്ടിപ്പിക്കും ദേവുട്ടി ഇറങ്ങിയിട്ട് ഒരു ഒറ്റ ഓട്ടമാണ് കേട്ടോ. അങ്ങനെ ഏട്ടന്മാരെ കണ്ടപ്പോഴേക്കും വേഗം ചാടി കയറി ഏട്ടന്മാരെ മേലെ ഇരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക്